ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. സോ ഇന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അക്യൂറസിൻ്റെ കുറിച്ചാണ് പറയുന്നത്. ഒറ്റ മിനിറ്റിൻ്റെ ഉള്ളിൽ മാക്സിമം തീർക്കാം. കുറച്ച് ടിപ്സ് മാത്രമാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ അക്യൂറസിൻ്റെ 2024 ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. അക്യൂറസിൽ 2024 ആൾക്കാർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാനിങ് ചെയ്യാനുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ സ്റ്റഡീസ് പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ എനിക്കൊരു വീട് പണിയണം, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പ്ലാനിങ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത് സ്റ്റഡി ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്ലാനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് തന്നെ സ്റ്റേ ചെയ്യാം. നിങ്ങൾ എന്തെങ്കിലും ജോബ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, ജോബ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിൽ മാത്രം സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവാർഡ് കിട്ടുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷം. ഒരിക്കലും കൺഫ്യൂഷനിലൂടെ, അല്ലെങ്കിൽ ചില ആൾക്കാരുണ്ട് നമുക്ക് എന്നാൽ ഇത് നോക്കിയാലോ ഇത് നോക്കിയാലോ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പല ജോബുകളിൽ തന്നെ ഈ ജോലി നോക്കണ്ട, ഈ ജോലി നോക്കാമല്ലോ, ഈ ജോലിയല്ലേ കുറച്ചും കൂടി ബെറ്റർ, അല്ലെങ്കിൽ ഇത് പഠിച്ചാൽ കുറച്ചും കൂടി ബെറ്റർ, അല്ലെങ്കിൽ നമുക്കിത് ചെയ്താലോ. അങ്ങനെ നിങ്ങളുടെ എന്ത് പ്ലാനിങ് ആണ് നിങ്ങൾ ഈ ഒരു വർഷം ചെയ്യുന്നത്, വീട് വെക്കാനോ അല്ലെങ്കിൽ എന്ത് പ്ലാനിങ് ആയിക്കോട്ടെ, ആ പ്ലാനിങ് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കുറേ പ്ലാനിങ്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ കൺഫ്യൂഷനിലാണ് നിങ്ങളുടെ പ്ലാനിങ്സ് ഉണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം പറയാനുള്ളത് ഫിനാൻഷ്യൽ ലോസസ് വരും. എപ്പോൾ നമ്മൾ ഈ പ്ലാനിങ് കൺഫ്യൂഷനിലൂടെയാണ് നമ്മൾ ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് വരും. സോ നിങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂഷൻ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ, പ്ലാനിങ് ചെയ്യുമ്പോൾ വല്ല കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ വല്ല മാറി ചിന്തിക്കുന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അഡ്വൈസ് ചെയ്യാം. അത് കാരണം അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലോണം അവരുടെ നിന്ന് അറിവ് കിട്ടും. സോ നമുക്ക് നല്ല ചൂസ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു വർഷം 2024 നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ഒരു ഒറ്റ കാര്യം മാത്രം എയിം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം അടിപൊളി വർഷമാണ്. ഇനി അടുത്തതാണ് നിങ്ങളുടെ രണ്ടാമത്തെ ടിപ്പാണ് ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ഈ ഒരു വർഷം ഫിറ്റ്നസ് നിങ്ങൾ അക്യൂറസിലുള്ള എല്ലാ ആൾക്കാരും നോക്കണം. ഫിറ്റ്നസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങൾ കൂടുതൽ നോക്കേണ്ടത് ലെഗിലാണ് നിങ്ങൾ കുറച്ചും കൂടി സ്ട്രെങ്തൻ കൊടുക്കേണ്ടത്. നിങ്ങൾ റണ്ണിങ് ചെയ്യുക, നടക്കാനൊക്കെ കുറച്ച് നേരം നടക്കുക, റൺ ചെയ്യുക. ലെഗിന് നിങ്ങൾ കൂടുതൽ സ്ട്രെങ്തൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് റിവാർഡ്സ് തരും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇത് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും. നമ്മുടെ ബോഡിക്ക് വരുന്ന ചേഞ്ചസ്, നമുക്ക് വരുന്ന ചേഞ്ചസ് എല്ലാം നമുക്ക് പിന്നെയാണ് മനസ്സിലാവുന്നത്. സോ ഈ ഒരു വർഷം നിങ്ങൾ 2024 ആണായാലും പെണ്ണായാലും ആരായാലും ഫിറ്റ്നസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഓൾഡ് ഏജിലുള്ള ആൾക്കാരാണെങ്കിൽ, വയസ്സായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, നിങ്ങൾക്ക് വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ജോയിൻറ്റുകളിലൊക്കെ പ്രോബ്ലംസ് വരും. സോ അതും കൂടി കെയർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രോബ്ലംസ് ഒക്കെ വരുന്നൊരു പ്രശ്നമാണ്. സോ ഫിസിയോതെറാപ്പീസ് പോലത്തെ കാര്യങ്ങളൊക്കെ കൺസൾട്ട് ചെയ്ത് ചെയ്യാൻ നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഫാസ്റ്റ്ലി കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി ആർക്കെങ്കിലും അക്യൂറസിലുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും ഇനിയും അഡ്വൈസുകൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കേൾക്കാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലായാലും ആരുടെ ലൈഫിലായാലും സക്സസ് എന്ന വാക്ക് നമ്മുടെ ലൈഫിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ നിർബന്ധമായിട്ട് പറയുകയാണ്, എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സ്റ്റേ ഓൺ ഇറ്റ്. ആ ഒരു കാര്യം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ 2024 നിങ്ങൾക്ക് സക്സസ് ആയിരിക്കും. നോ കൺഫ്യൂഷൻസ്, ഒന്നും പാടില്ല, സക്സസ് ആയിരിക്കും നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ബൈ.